കൂട്ടുകാരെ കുടുംബം സുവർസാറാണ്. നമ്മളിന്ന് CBSE-കാർക്ക് വേണ്ടിയുള്ള അടിപൊളി ഒരു ടോപ്പിക്കാണ്. കുട്ടികൾക്ക് ഏറ്റവും ആവശ്യപരമായിട്ടുള്ളതും ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും, പല സ്കൂളുകളിൽ ഇപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഇത് ബോർഡ് എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ പോളിനോമിയൽസിനുള്ളിലെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസിൻ്റെ സീറോസുകൾ ആൽഫ ആൻഡ് ബീറ്റ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവനെ പഠിച്ചോണം. മാക്സിമം സിമ്പിളായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഏറ്റവും നല്ല രീതിയിലുള്ള ക്ലാസ്സുകളും പിന്നെ എക്സാം എടുക്കുമ്പോൾ എല്ലാത്തിനും വേണ്ട എല്ലാ ക്വസ്റ്റ്യൻസുകളും എക്സ്ട്രാ എല്ലാം തന്നുകൊണ്ടുള്ളതാണ്. കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസുകൾ സെപ്പറേറ്റ് ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708544 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. If alpha and beta are the zeros of the polynomial x square minus 3x plus 4 is equal to 0, find 1 by alpha plus 1 by beta, alpha square plus beta square, 1 by alpha square plus കുറേ ഉണ്ട്, 5 എണ്ണം ഉണ്ട്. ഞാൻ എല്ലാം കൂടെ വായിച്ച് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ഓരോന്നും എടുത്തങ്ങോട്ട് ചെയ്യാം. ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് കേട്ടാൽ ഉടനെ നിങ്ങൾ ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും ഒന്ന് കണ്ടുപിടിച്ചേക്കണം. പിന്നെ ഒന്നും നോക്കണ്ട കേട്ടോ. ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് ബി ബൈ എയും ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ സി ബൈ എ. ഇവിടെ എയും ബിയും സി ഒക്കെ ആരാന്ന് നോക്കാം. എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ കോഷ്യൻ്റ്, ആരുമില്ലെങ്കിൽ ദൈവമുണ്ട്, മീൻസ് 1 ഉണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സിൻ്റെ കോഷ്യൻ്റ് ഇവിടെ -3 ആണ്. ഓക്കെ, സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് എത്ര മോനെ 4. അപ്പോൾ ഇവിടെ എ, ഇത് ബി, ഇതാരാ സി. ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പോൾ എയും ബി സിയും കിട്ടിക്കഴിഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബി എന്ന് പറയുമ്പോൾ മൈനസ് അങ്ങ് ഇടണം. ഓക്കെ, എന്നിട്ട് ബിയുടെ വാല്യൂ എത്ര മോനെ -3. അപ്പോൾ 2 മൈനസ് പ്ലസ് ആയിക്കോളും. ബൈ 1 ആൻസർ ഈസ് 3. ശരിയല്ലയോ. ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ മൈനസ് ഓഫ് -3 ബൈ 1 ആൻസർ ഈസ് ഓക്കെ. ആൽഫ ബീറ്റ സി ബൈ എ, സി എത്ര മോനെ 4 ബൈ 1 ആൻസർ ആരെ കിട്ടി 4. എല്ലാം കിട്ടി. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റയും കിട്ടി, ആൽഫ ബീറ്റയും കിട്ടി. നമുക്ക് ഓരോരുത്തരെയും കൊണ്ട് തുടങ്ങാം. ഒന്നാമത്തെ എന്താ മോനെ 1 ബൈ ആൽഫ പ്ലസ് 1 ബൈ ബീറ്റ. 1 ബൈ ആൽഫ പ്ലസ് 1 ബൈ ബീറ്റ എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യണം. മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബീറ്റ ഇൻറ്റു 1 ബീറ്റ, ആൽഫ ഇൻറ്റു 1 ആൽഫ ബൈ ആൽഫ ഇൻറ്റു ബീറ്റ ആൽഫ ബീറ്റ. മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ LCM. ഇവിടെ ന്യൂമറേറ്റർ ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ മോനെ ആൽഫ പ്ലസ് ബീറ്റ എത്ര മോനെ 3 അല്ലേ. ബൈ ആൽഫ ബീറ്റ എത്ര മോനെ ആൽഫ ബീറ്റ 4. കഴിഞ്ഞു, ഒന്നാമത്തെ പ്രോബ്ലം കഴിഞ്ഞു. ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ. പ്രോബ്ലം തീർന്നത്. നമ്മൾ എന്തൊക്കെയോ വലിയ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചാണ്, സിമ്പിളായി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. ഇവിടെ ഒരു ഫോർമുല ഉണ്ട്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ക്യാൻ ബി ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. ഇതാണ് ഫോർമുല കേട്ടോ. ഒന്നുകൂടെ പഠിച്ചേ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഈസ് ഈക്വൽ ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. വെരി സ്കൂൾ ഞാൻ കൊടുത്തു. ആൽഫ പ്ലസ് ബീറ്റ ഇവിടെ എത്ര ആയിരുന്നു നോക്കി. ആൽഫ പ്ലസ് ബീറ്റ നമ്മളിൽ ഉണ്ടായിരുന്നില്ല. ആൽഫ പ്ലസ് ബീറ്റ എത്ര മോനെ 3. ദാറ്റ് ഈസ് 3 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ആൽഫ ബീറ്റ 4. ദാറ്റ്സ് ഓൾ അല്ലേ. അപ്പം 3 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 4. 3 സ്ക്വയർ ഇസ് 9, 2 ഇൻറ്റു 4 8, 9 മൈനസ് 8 1. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പം 9 മൈനസ് 8 ആൻസർ ഈസ് 1. 3 സ്ക്വയർ 9, 2 ഇൻറ്റു 4 8. പ്രോബ്ലം അതും തീർന്നില്ലേ, എളുപ്പമായിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കയറാണ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 1 ബൈ ആൽഫ സ്ക്വയർ പ്ലസ് 1 ബൈ ബീറ്റ സ്ക്വയർ. 1 ബൈ ആൽഫ സ്ക്വയർ പ്ലസ് 1 ബൈ ബീറ്റ സ്ക്വയർ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ബീറ്റ സ്ക്വയർ ഇൻറ്റു 1 ബീറ്റ സ്ക്വയർ, ആൽഫ സ്ക്വയർ ഇൻറ്റു 1 ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആൽഫ സ്ക്വയർ ഇൻറ്റു ബീറ്റ സ്ക്വയർ. ന്യൂമറേറ്റർ വായിച്ചാൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. അതല്ലേ മോനെ ഇപ്പോൾ കണ്ടുപിടിച്ച് 1 എന്ന് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതങ്ങോട്ട് ന്യൂമറേറ്റർ ഞാൻ അങ്ങനെ അങ്ങ് എഴുതുവാണ് കേട്ടോ. അത് കണ്ടുപിടിച്ചിട്ടുള്ളതുകൊണ്ട് അതങ്ങ് എഴുതി. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആൽഫ സ്ക്വയർ ഇൻറ്റു ബീറ്റ സ്ക്വയർ ക്യാൻ ബി ആൽഫ ബീറ്റ ദ ഹോൾ സ്ക്വയർ. വാട്ട് ഈസ് ആൽഫ ബീറ്റ 4. അപ്പോൾ 1 ബൈ 4 സ്ക്വയർ ആൻസർ ഈസ് 1 ബൈ 16. അതും കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ടാണ് നമ്മുടെ പ്രോബ്ലംസുകളൊക്കെ പോകുന്നത്. ചെറിയ ഒന്ന് പഠിച്ചിരുന്നാൽ മതി. എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അടുത്ത നാലാമത്തെ എന്താണെന്ന് നോക്കിക്കേ. നാലാമത്തേത് ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ്. ഈ ഫോർമുല പലരും പഠിച്ചിട്ടുണ്ട് അതില്ലയോ. ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് ഫോർമുല കേട്ടോണം. ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ ക്യൂബ് minus 3 alpha beta into alpha plus beta. This is a formula for finding alpha cube plus beta cube. എന്താണ് എളുപ്പം എന്ന് പറഞ്ഞേ.
ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ ക്യൂബ് മൈനസ് 3 ആൽഫ ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ. ഓക്കെ, മറന്നു പോകരുത്, സ്പീഡായിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. ദറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ എത്ര മോനെ? 3. ദറ്റ് ഈസ് 3 ക്യൂബ് മൈനസ് 3 ഇൻറ്റു ആൽഫ ബീറ്റ എവിടെയോ ഉണ്ടല്ലോ 4 ഇതുണ്ട് ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഇവിടെ ഉണ്ട്. ഓക്കെ, ദറ്റ് ഈസ് 3 ക്യൂബ് മൈനസ് 3 ഇൻറ്റു 4 ഇൻറ്റു 3. ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ 3, ഈ 3 നോക്കി എഴുതി, ആൽഫ ബീറ്റ 4 എഴുതി, ആൽഫ പ്ലസ് ബീറ്റ 3 എഴുതി. ഓക്കെ, what is 3 cube? 3 into 3 into 3, 27 minus 4 into 3 into 2. Answer is 36. ശരിയല്ലയോ? 3 into 3, 9 into 4, 36. ആൻസർ കിട്ടുന്നത് മൈനസ് 9 എന്ന് കിട്ടും കേട്ടോ. 36 നിന്ന് 27 പോയാൽ 9 നെഗറ്റീവ് മൈനസ് 9. ലാസ്റ്റിൽ ഒരാളൂടെ ഉണ്ട് ഇല്ലയോ? ആൽഫ സ്ക്വയർ ഇൻറ്റു ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയർ ഇൻറ്റു ആൽഫ. അത് നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കണം, ശ്രദ്ധിച്ചോണം. ആൽഫ സ്ക്വയർ ബീറ്റ, ബീറ്റ സ്ക്വയർ ആൽഫ. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇടകലർന്ന് ഈ ആൽഫയും ബീറ്റയുടെ ഒരു ടൈമിൽ തന്നെ ഇങ്ങനെ ഉണ്ടെങ്കിൽ കണ്ടോ, രണ്ടിടത്തും ഉണ്ട് ആൽഫയും ബീറ്റയും വെച്ച് അല്ലേ? ഒരു ആൽഫയും ഒരു ബീറ്റയും ഇങ്ങനെ കോമൺ എടുക്കണം കേട്ടോ. ഒരു ആൽഫ ഒറ്റ അതേ കൂടുതൽ പറ്റത്തില്ല. ഇവിടെ ആൽഫ സ്ക്വയർ, ഇവിടെ ഒരു ആൽഫയുള്ളൂ. അപ്പോൾ രണ്ടിടത്തുനിന്ന് ഒരു ആൽഫ എടുക്കാം. ബീറ്റയും ബീറ്റ സ്ക്വയറിന്ന് ഒരു ബീറ്റ എടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ ആൽഫ സ്ക്വയർ ബീറ്റയിൽ നിന്ന് ഒരാൽഫ പോകുന്നു, ഈ ബീറ്റയും പോയി ബാക്കി ഒരാൽഫയുണ്ട്. ഇവിടെ നിന്ന് അതുപോലെ ഈ ആൽഫ പോകുന്നു, ബീറ്റ സ്ക്വയർ എന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ ഒരു ബീറ്റയുണ്ട്. ഇപ്പോൾ എല്ലാം വാല്യൂ കൊടുക്കാൻ മോനെ. ആദ്യത്തെ ആൽഫ ബീറ്റ, രണ്ടാമത്തെ ആൽഫ പ്ലസ് ബീറ്റ, രണ്ട് നമ്മുടെ കയ്യിലുണ്ട്. ആൽഫ ബീറ്റ എത്രയായിരുന്നു? 4 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ എത്ര മോനെ? 3. ആൻസർ ഈസ് 4 into 3, 12. തീർന്നു, പരിപാടി കഴിഞ്ഞു. ഓക്കെ ഇല്ലയോ? എല്ലാം അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. എല്ലാവരും ഇതങ്ങോട്ട് ബുക്കിലോട്ട് എഴുതി വെച്ചേക്കണം. പിന്നെ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലാസ് വരും. മാക്സിമം നിങ്ങളിതൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഗുഡ് ബൈ.